Hello my dear viewers, welcome to a new video from Trip to my Garden channel. കനകക്കുന്ന് പാലസിൽ നടന്ന വസന്തോത്സവം 2025 ഫ്ലവർ ഷോയുടെ മാത്രം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ലൈറ്റ് ഷോയുടെ ക്ലിപ്സും പിന്നെ ഫ്ലവർ അറേഞ്ച്മെൻറ്റിൻ്റെ വീഡിയോസുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2025 ഫ്ലവർ ഷോ കാണാൻ കഴിയാത്തവർക്കും അതിൻ്റെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കാണാൻ കഴിയാത്തവർക്കും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലൈവ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ആണ് ഈ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്കറിയാം, ആന്തൂറിയത്തിൻ്റെ റെഡ്, ലൈറ്റ് ഗ്രീനിഷ് ആയിട്ടുള്ള ക്രീം. അപ്പോൾ ഇതെല്ലാം നല്ല നല്ല ഭംഗിയുള്ള വിലയുള്ള പൂക്കളാണ്. ഇതെല്ലാം വെച്ചിട്ടാണ് ഇവിടെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഫ്ലവർ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പല ടൈപ്പിലുള്ള പൂക്കളും ഇലകളും കോർത്തിണക്കി നല്ലൊരു ഷേപ്പിൽ നല്ലൊരു അട്രാക്റ്റീവായിട്ടൊരു സ്ട്രക്ചർ പോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് പലതരത്തിലുള്ള ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്ലവേഴ്സും ലീവ്സും എളുപ്പം വാടിപ്പോകാത്ത തരത്തിലുള്ളതായിരിക്കണം. എങ്കിലേ കുറച്ച് ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്കെങ്കിലും അത് ആ ഒരു രീതിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഇത് ഹെലിക്കോണിയ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. ഈ ഏരിയയിൽ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള കാർണേഷൻ ഫ്ലവേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റാണ്. ഇനി കാണാൻ പോകുന്ന ഓറിയൻ്റൽ ലില്ലീസ് കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. ഇത് രജനീഗന്ധ അല്ലെങ്കിൽ ട്യൂബ് റോസ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. ഇത് ഒരു ലില്ലി അറേഞ്ച്മെൻ്റാണ്. ആന്തൂറിയം, ഹെലിക്കോണിയയുടെ അറേഞ്ച്മെൻറ്റ്, ഇതൊക്കെ അതുപോലെ തന്നെ ലില്ലീസിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻ്റാണ്. അടുത്തതായിട്ട് കാണാൻ പോകുന്ന ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫ്ലവറായിരുന്നു. ഓർക്കിഡ് ഫ്ലവറാണ്, ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. പക്ഷേ അതിൻ്റെ ആ കളറിൻ്റെ ഒരു ഭംഗി, 2-3 കളറുകൾ മെർജ് ചെയ്തിരിക്കുന്നു. അതിൽ നല്ല ഭംഗിയുള്ള ഓർക്കിഡാണ്. ഇതിൻ്റെ ഏത് വെറൈറ്റിയാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ഓർക്കിഡ് ഫ്ലവർ കൊണ്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇതും ഹെലിക്കോണിയയും ബാക്കി ലീവ്സും ഒക്കെ കൊണ്ടുള്ള അറേഞ്ച്മെൻ്റാണ്. ഇതും കാർണേഷൻ ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ അറേഞ്ച്മെൻറ്റുകളാണ് കാണുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഹെലിക്കോണിയയും ലീവ്സും ഗ്രീൻ ലീവ്സും, ഇവിടെ കാർണേഷൻ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് വിത്ത് ഗ്രീൻ ലീവ്സ്. ഇതും കാർണേഷൻ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. ഇത് യെല്ലോ റോസ് കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇതും ലില്ലിയും ഗ്രീൻ ലീവ്സും കൊണ്ടുള്ള അറേഞ്ച്മെൻ്റാണ്. ഇതിലും ആന്തൂറിയവും ഒക്കെ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റാണ്. ഇതും ഹെലിക്കോണിയയുടെ അറേഞ്ച്മെൻ്റാണ്. ഇത് ലില്ലി ഫ്ലവേഴ്സും ഗ്രീൻ ലീവ്സും കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്. ഇത് കാർണേഷൻ ഫ്ലവേഴ്സ് കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്. ഇത് ഹെലിക്കോണിയ ഫ്ലവേഴ്സും ഗ്രീൻ ലീവ്സും കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്. ഇത് വൈറ്റ് ഗ്ലാഡിയോലസ് ഫ്ലവേഴ്സ് പ്ലസ് ഗ്രീൻ ലീവ്സിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻ്റാണ്. ഇത് സൂര്യകാന്തിയും പിന്നെ ഗ്രീൻ ലീവ്സും കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. നല്ല തിരക്കായതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് സ്പീഡിന് കാണിച്ചു പോകുന്നത്. ഇവിടെ ഹെലിക്കോണിയയും ഓർക്കിഡും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പലതരത്തിലുള്ള ഫ്ലവേഴ്സ് കൊണ്ട് പല രീതിയിൽ നല്ല ഭംഗിയായിട്ട് അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഫ്ലവർ വേസിൽ വെച്ചിട്ടേ ഉള്ളൂ, വൈറ്റ് കളറിലുള്ള കുഞ്ഞു പൂക്കൾ. കാർണേഷൻ ഫ്ലവേഴ്സിൻ്റെ ഭംഗി നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര രസമാണല്ലേ പല കളറുകളിലുള്ള കാർണേഷൻസ് കാണാൻ. അങ്ങനെ ഒത്തിരി അറേഞ്ച്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് പരിചിതമായ ക്രൈസാന്തിമം ഫ്ലവേഴ്സാണ്, കോമൺ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്. ടേബിളിൻ്റെ പുറത്തുള്ള അറേഞ്ച്മെൻറ്റിന് പുറമെ അവർ ഹാങ് ചെയ്ത് ബോൾ ഷേപ്പിലൊക്കെ ഹാങ് ചെയ്ത് ഫ്ലവേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ട്. ഇത് ഡെയ്സി ഫ്ലവേഴ്സ് ആണെന്ന് തോന്നുന്നു. പല കളറിലുള്ള ഫ്ലവേഴ്സ് കൊണ്ടുള്ള നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇതും കാർണേഷൻ ഫ്ലവേഴ്സും ഗ്രീൻ ലീവ്സും കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ കാണുന്നത് ജെർബറ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. അതും നല്ല ഭംഗിയുണ്ട്. ജെർബറ അല്ലെങ്കിൽ പോലും നമുക്കറിയാം പല ഈവൻറ്റുകൾക്കും ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സാണല്ലേ. ഇത്രയും ലൈവ് ഫ്ലവേഴ്സ് കിട്ടാൻ എത്ര കോസ്റ്റ്ലി ആണെന്നറിയോ? ഇത്രയും ഫ്ലവേഴ്സ് കൊണ്ട് ഇത്രയും അറേഞ്ച്മെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
നമുക്കൊക്കെ അറിയാം ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൈലി ഡിമാൻഡുള്ള ഒരു ഏരിയ തന്നെയാണ്. ഫ്ലവേഴ്സിനാണെങ്കിലും ഹൈലി ഡിമാൻഡാണ്. ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതിനും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പൂക്കൾക്ക് ഇപ്പോൾ എല്ലാ മേഖലകളിലും ഹൈലി ഡിമാൻഡാണ്. അതായത് എല്ലാ ഫങ്ഷനുകളിലും നമ്മൾ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. അതൊരു ബർത്ത്ഡേ പാർട്ടിക്കായിരിക്കും, ചിലപ്പോൾ വിവാഹത്തിൻ്റെ പല ചടങ്ങുകളുണ്ടാകും, എൻഗേജ്മെൻറ്റ്സ്, വിവാഹ പാർട്ടികൾ, ഇവൻറ്റ്സ്, പിന്നെ ഏതെങ്കിലും സ്റ്റേജ് ഷോസ്, അങ്ങനെ പലതിനും ഈവൻ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണിത്. ഒരു ഗ്ലാസ് ഹൗസ് പോലെ നിറയെ ലൈറ്റുകളൊക്കെ ആയിട്ട് കുറേ ഫ്ലവേഴ്സ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ ഈ ഒരു ലൈറ്റ് ആൻഡ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കൂടി എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തിരക്ക് കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്ലവർ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. എങ്ങനെ ഫ്ലവർ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഭംഗിയുള്ള ലീവ്സും നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും കൊണ്ട് നമുക്ക് നല്ലപോലെ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വസന്തോത്സവം ഫ്ലവർ ഷോയുടെ ഫസ്റ്റ് പാർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കണ്ട് നിങ്ങൾ ഈ വീഡിയോയും കൂടെ കാണൂ. അപ്പോൾ ഈ വർഷത്തെ ഫ്ലവർ ഷോയുടെ ഒരു ചെറിയ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും 2026 സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് ഇനിയും കാണാം. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.